അസ്സലാമു അലൈക്കും മുത്തുമണീസ്. നേരം വെളുത്ത് നീച്ച് 6 മണി ആയിക്കണെന്ന് കണ്ടാൽ തന്നെ തോന്നൂല. ആകെ മൊത്തം ഇരുട്ടാണ്. എന്താല്ലേ ഇപ്പോൾ രാത്രി കുറച്ച് കൂടുതലാണ്, പകല് കുറച്ച് കുറവാണ്. അങ്ങനെയുള്ള ഒരു ഫീലൊക്കെ ഉണ്ട് അല്ലേ? എപ്പത്തെയും പോലെ തന്നെ ആ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഓഫ് ചെയ്തിട്ടില്ല, ആരുമില്ല. യാസീനാണെന്നുണ്ടെങ്കിൽ ടൂറ് പോയി വന്നിട്ടുണ്ടായിരുന്നില്ല. സിയയും ഭാവിയും ഉറങ്ങുകയാണേനും. അപ്പം ഞാൻ നേരെ കിച്ചണിൽ പോന്ന്. ഇന്ന് നമ്മൾ പച്ചരി കൊണ്ടൊരു അപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരി ഞാൻ ഇന്നലെ നൈറ്റ് തന്നെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ മോട്ടർ ഓൺ ചെയ്ത്, രാവിലെ തന്നെ മോട്ടർ ഇട്ടിട്ട് വെള്ളം നിറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അതിന് ശേഷം പിന്നെ ഞാൻ ആ അരിയൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അതിൽക്കാണ് ഇച്ചിരി ചെറിയ ജീരകവും തേങ്ങയും ഉപ്പിട്ടുങ്ങാണ്ട് കലക്കി വെച്ചിരിക്കുന്നു. പിന്നെ അതേപോലെ ഇന്ന് ചട്നിയാണ്, കറി ഉണ്ടാക്കുന്നത് ചട്നിയാണ്. അപ്പോൾ ഞാൻ തേങ്ങയും പച്ചമുളകൊക്കെ അരച്ച് അതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പുറത്ത് മിറ്റടിച്ചോരെ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് ചായയും കുടിച്ചുങ്ങാണ്ട് അങ്ങനെ പുറത്ത് കുറച്ച് നേരം വന്ന് നിന്ന്, നേരം വെളുത്ത് ഇങ്ങനെ വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ എല്ലായിടും ഒന്നിങ്ങനെ നോക്കുകയാണ്, ഒരുപാട് ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന്. വേഗം തന്നെ അടിച്ചു വരികയാണ്. വലിയ ചപ്പൊന്നും ഇല്ല, എന്നാലും കൂടിയിട്ട് ഡെയിലി നമ്മളിങ്ങനെ അടിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരാൾക്കാണ് അല്ലേ അത്. ആ ഒരു ഭാഗത്തേക്കൊന്നും അങ്ങനെ ചപ്പൊന്നുമില്ല. ഞാനിവിടെ ആണെന്നുണ്ടെങ്കിൽ ചാമ്പക്കയുടെ ചോടൊക്കെ ഒന്ന് നോക്കി, നിറയെ ചാമ്പക്ക ഇന്നലെ വൈകുന്നേരം സിയ കുറേ അറുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇതും പിന്നെ കിളികൾ എന്തെങ്കിലും വന്ന് കൊത്തിയിടുന്നതൊക്കെ പാടെ അങ്ങനെ ചാടി കിടക്കുന്നുണ്ട്. അപ്പം അതിലൊരു ചാമ്പക്ക കണ്ടപ്പോൾ നല്ലതാവും കരുതി ഞാനത് അങ്ങനെ എടുത്തതാണ്. പിന്നെ വേഗം അവിടെ എല്ലാ ഒരു ഭാഗങ്ങൾ ഒക്കെ ഒന്ന് വേഗം അടിച്ചു കൂട്ടി ഇതാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഞാൻ അങ്ങനെ വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലായിടും ഇപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. മുറ്റമൊക്കെ നല്ലപോലെ വൃത്തിയായാലൊക്കെ നമുക്കൊരു സമാധാനമാണ് അല്ലേ? അപ്പോൾ എല്ലായിടും അതേപോലെയൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ പുറത്ത് കൂടെ വന്ന് നോക്കിയപ്പോഴാണ് ഒരു മുള്ളുള്ളൊരു സൈസ് പഴം കണ്ടത്. അത് ഇന്നലെ തന്നെ സിയ പറഞ്ഞത് എടുത്ത് തരുമുണ്ടോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് പഴുത്തുക്കണോ നോക്കാൻ വേണ്ടി ഞാൻ ഒന്നും പാടെ വന്ന് നോക്കിയതാണ് അതിൻ്റെ അടുത്ത്. നിങ്ങൾ കണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെ എല്ലായിടും മുറ്റമൊക്കെ ഞാനൊക്കെ ക്ലീനാക്കി അടിച്ചു വാരി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി വേഗം തന്നെ കിച്ചണിൽ കയറുകയാണ്. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മളെ ആ ഒരു അപ്പത്തിൻ്റെ ആ ഒരു മാവൊക്കെ ഉണ്ടല്ലോ, ഞാൻ ചട്ടിയിലേക്ക് വേഗം തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പാണ് ഇത്. ഇതിന് നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയാറ്? നമ്മളിവിടെ ചീയപ്പം എന്നൊക്കെ പറയും. ഇതുപോലെ തന്നെ നമുക്ക് അരിപ്പൊടി കലക്കിങ്ങാണ്ടാണെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു അരി അരച്ചതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാ പരിപാടികളും അങ്ങനെ അപ്പമൊക്കെ വേഗം ചുട്ടിതാക്കണം. ഇന്നത്തെ ഒരു ടാർഗറ്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെ 6 മണി മുതൽ 10 മണിൻ്റെ മുമ്പായിട്ട് തന്നെ കിച്ചണിലുള്ള പണികളൊക്കെ വേഗം ഒതുക്കി അടുക്കി പെറുക്കി വെക്കണം എന്നില്ല ഒരു മൈൻഡിലാണ് ഇങ്ങനെ ഓരോ പണികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ആകുമ്പോൾ നമുക്ക് ഞാനിപ്പോൾ വീട്ടമ്മയാണ്, എനിക്ക് പുറത്ത് പോകാനൊന്നുമില്ല. എങ്കിലും കൂടി ഇനിയിപ്പോൾ പുറത്ത് പോണേ, ഓഫീസ് ജോലിക്ക് പോണേ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കൊക്കെ ഇത് ഉപകാരമാവുമല്ലോ. ഞാൻ അപ്പോൾ അപ്പുറത്ത് ചട്നിക്ക് വേണ്ടിയിട്ട് കടുക് വറുക്കുന്നുണ്ട്. ഈ ഒരു ദോശയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ചട്നിയാണ് ഇഷ്ടം. ഇത് സാധാ പോലെ തന്നെ എല്ലാവർക്കും അറിയണ തന്നെയാണ്. പച്ചമുളകും നമ്മളെ
തേങ്ങയും പാടെ കൂടി അരച്ച് കടുവറുത്ത് ഇതാവുക. പുറത്ത് ഇതേപോലെ തന്നെ ഞാൻ ഓരോ അപ്പങ്ങൾ ഇങ്ങനെ ചുട്ടെടുക്കണുണ്ട്. അതേപോലെ തന്നെ കറിക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുമ്പോഴത്തേക്ക് നമുക്കത് തീ ഓഫാക്കി വെക്കാം. അപ്പോഴത്തേക്കും ഇപ്പുറത്തുള്ള ആ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പെട്ടെന്ന് റെഡിയാക്കുകയാണ്. തീയൊക്കെ ഓഫാക്കി വെച്ച് ഇപ്പോൾ ടൈം 7:30 കഴിഞ്ഞ്. ഉച്ചക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി കൈപ്പക്ക, പിന്നെ അതേപോലെ ഇപ്പുറത്ത് ചേമ്പുണ്ട്, അതും പാടെ എടുത്തിരുന്നത്. വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡ് കൂട്ടി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ചേമ്പിന് വേഗം ഞാൻ കുക്കറിലിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ പച്ചമുളകും വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പുറത്തടുപ്പത്താണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം നമ്മളെ കൈപ്പക്ക വെള്ളവും ഉപ്പും പച്ചമുളകും ഇട്ടുകൊണ്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ടൈമൊന്നും കളയാതെ പെട്ടെന്ന് ഫോണും കാര്യങ്ങളൊന്നും നോക്കാതെ പെട്ടെന്ന് നമ്മളെ പരിപാടികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 10 മണിക്ക് ശേഷം നമുക്ക് ഏറെക്കുറെ 10 അല്ലെങ്കിൽ 11 മണിയാണെങ്കിലും കൂടി നമുക്ക് ഏറെക്കുറെ പെട്ടെന്ന് പണികളൊക്കെ തീർന്ന് ഒരു സമാധാനത്തിലിരിക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മൾ ചേമ്പ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുക്കറിൽ നിന്ന് മാറ്റി ആ കുക്കർ നമുക്ക് കഴുകി കൊടുക്കാമല്ലോ. അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് പിന്നെ അതേപോലെ പുളിയുടെ വെള്ളമാണ് പാർന്നത്, വാളംപുളിയുടെ, അതും പാർന്ന് അതൊന്ന് ചെറുതായിട്ട് ലൂസാക്കി കൊടുക്കുക. നല്ല കട്ടി ഉണ്ടാവും. അതേപോലെ തന്നെ വറുവിന് ഇച്ചിരി കടുകും അതേപോലെ തന്നെ വേപ്പിലയും പിന്നെ നമ്മളെ വറ്റൽ മുളകും പാടെ ഇട്ടുകൊണ്ട് ഞാനതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കറി നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അതേപോലെ തന്നെ ഇപ്പുറത്ത് ഞാൻ നമ്മളെ കൈപ്പക്ക തൂമിക്കാൻ വേണ്ടിയിട്ട് അതിൽക്കും ഇതേപോലെ ഉള്ളി അതേപോലെ നമ്മളെ വേപ്പില വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ അതും അവിടെ റെഡിയാക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ ടൈമിൽ നമ്മൾ ചില സമയത്ത് നമ്മൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഫോൺ വിളിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നോക്കി കുറച്ച് നേരം ഇരിക്കുക, ഇനി ഉണ്ടല്ലോ ടൈം എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പണികളൊക്കെ അവിടെ കിടക്കും. നേരെ മറിച്ച് നമ്മൾ തലേ ദിവസം തന്നെ ഇന്നതൊക്കെ പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒക്കെ മനസ്സിലൊരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പരിപാടികൾ തീരും ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് നേരം ഫ്രീ ആയിട്ട് ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ കെയറോ ഹെയർ കെയറോ ഒന്നിനും സമയം കിട്ടണില്ല എന്ന് പറയുന്നവർക്കൊക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണിത്. അപ്പം അതേപോലെ തന്നെ ഇന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് വേഗം മസാലയൊക്കെ പുരട്ടി വെക്കുകയാണ്, ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ അതേപോലെ പെട്ടെന്ന് തന്നെ ചട്ടിക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്ന് ഞാൻ ഓരോ മീനുകളും അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ മീനുകളും ഞാൻ അങ്ങനെ ചട്ടിയിലാക്കിയിട്ടുണ്ട്. അത് ഈ ടൈമിലേക്ക് ഞാൻ പോയി കുറച്ച് തുണികൾ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മെഷീനിൽ വെള്ളമൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മീനൊക്കെ ഇവിടെ ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. ഒക്കെ മറിച്ച് ഇട്ട് കൊടുക്കുകയാണ്. മീൻ അവിടെ കിടന്നാവണ ആ ടൈമിൽ തന്നെ ഞാൻ വേഗം നമ്മുടെ മെഷീനിൽ കുറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് അതവിടെ തിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ മീനൊക്കെ ഇവിടെ റെഡിയായി. ഒരേ സമയം തന്നെ പല ജോലികളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് കിട്ടണ പോലെ തോന്നും. സമയം കുറച്ചായി.
എല്ലാ മീനുകളും ഞാൻ ഇതേപോലെ ചട്ടിയിൽ നിന്ന് കോരി നമ്മളെ മീൻ അവിടെ ആയി. പിന്നെ അതേപോലെ ഉപ്പേരി ആയി. പിന്നെ നമ്മളെ ചേമ്പിൻ്റെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ചോറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണൊക്കെ ക്ലീനാക്കി 10 മണി ആവണതിൻ്റെ മുമ്പ് തന്നെ എല്ലാ പണികളും കഴിഞ്ഞ് ഫ്രീ ആയി. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അതുവരേക്കും അസ്സലാമു അലൈക്കും.